കോളേജിൽ ആർട്സിൻ്റെ സെക്കൻഡ് ദിവസമായിട്ട് നിൽക്കുന്ന നിൽപ്പൊന്നും നോക്കണ്ട. ഇപ്പോഴാണ് ഒരു ഗ്യാപ്പ് കിട്ടിയത്. കൈയും കാലൊന്നും ഇല്ലാത്ത അവസ്ഥയാട്ടോ. ഇരുന്ന് നടുവിടുന്നെന്ന് പറഞ്ഞാൽ മതി. ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. തീറ്റയും കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ 2 ദിവസമായിട്ട്. രാവിലെ തന്നെ ഋഷികൾക്ക് ഞാനൊരു പണി കൊടുത്തിട്ടിരിക്കും കേട്ടോ. ഞാനുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം നൈസിനെ അവളുടെ തലയിൽ വെച്ച് കൊടുത്ത് പാവം അത് കണ്ട് ഞെട്ടി കിളിമാറി വന്ന അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ നൈസിനൊന്ന് കോളേജിൽ ചെന്നു, അറ്റൻഡൻസ് ഒക്കെ ഇട്ടു. അവിടെ പോയി ഒന്ന് മുഖം കാണിച്ച് നേരെ ഹോസ്റ്റലിലോട്ട് പിന്നെ ഓടി. ബാക്കി പണിയൊക്കെ പെൻഡിങ് കിടക്കുമായിരുന്നു. ഇത് നേരത്തെ കുളവാക്കി വെച്ചിട്ട് പോയതിൻ്റെ ഇതാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ശരിയാക്കേണ്ടി ഉണ്ടായിരുന്നു. അപ്പം എന്നെ പോലെ ഡസ്റ്റ് അലർജി ഉള്ളവരായിരിക്കും ഇതിൻ്റെ അകത്തുള്ള പകുതി മുക്കാൽ ആൾക്കാരും. ബാക്കിയുള്ള തുമ്മി ചത്തിട്ടുണ്ടായിരുന്നു ഈ സിൽക്ക് ഫുള്ള് മൂത്ത് കയറിയിട്ട്. പിന്നെ പാറക്കുട്ടൻ്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡാൻസിൻ്റെ മേക്കപ്പ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ പകുതി വെച്ചിട്ട് പോയ പണിയായിട്ട് ചേച്ചിമാർ ചെയ്യുന്നത്. ബാക്കി അവിടെ ഇരുന്ന് അവരുടെ പ്രാക്ടീസൊക്കെ കുറച്ച് നേരം പോയി നിന്ന് കണ്ടു. അപ്പോൾ ഇത് അവരുടെ അല്ല കേട്ടോ, അടുത്തതാണ് അവരുടെ. ഇതായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. അവർക്ക് സെക്കൻഡ് ആണ് അടിച്ചു തോന്നുന്നു. പിന്നെ എനിക്കൊരു ഗ്യാപ്പ് കിട്ടി ഉറപ്പാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും. നാളെയും കൂടി ആർട്സിൻ്റെ പരിപാടി ഉണ്ട്. പക്ഷേ എനിക്ക് അതിനേലും വലുത് എൻ്റെ വീട്ടിൽ പോകാന്നുള്ളത് കൊണ്ട് ഞാൻ ഐസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കണ്ണടി പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അത് നോക്കിയിരുന്ന കേട്ടോ ആലുവ വരെ പോയിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്ക് തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. കുളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണോ എന്ന് പറഞ്ഞൂടാ. അങ്ങനെ കുറേ നേരം എൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നേച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ മെട്രോ കയറി. ഞാൻ കരുതി റോട്ടി പെട്ടു പോകുന്നു, കാരണം എന്തൊക്കെയോ സമരം ഉണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എത്തിയിട്ടോ. അങ്ങനെ അവസാനം വീടിൻ്റെ ആ വഴി എത്തുമ്പോഴൊരു റിലീഫ് ഉണ്ട്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വീട്ടിലോട്ട് എത്താനായി എന്നുള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ ബിരിയാണി അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കുറച്ചൊരു അമ്മേനെ അച്ഛനായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സർവ്വമായ സിനിമ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ ടാറ്റ.